ഇന്ന് മഞ്ഞൾ പുഴുങ്ങിയെടുക്കുന്ന പണിയിലാണ്. അപ്പൊ നമുക്ക് ഈ കൊട്ടയ്ക്ക് പുഴുങ്ങാനുള്ളത് അങ്ങനെ വാരിയെടുത്ത് പോവാം. ഇത് വിത്തിനുള്ളതൊക്കെ നമ്മൾ മാറ്റി വെച്ച് ഇനി കാണുന്നൊക്കെ നമുക്ക് പുഴുങ്ങിയെടുക്കാമല്ലോ. നമ്മളെ ചെമ്പിൽ കൊള്ളുന്ന അനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ട് വേണം നമുക്കിത് പുഴുങ്ങിയെടുക്കാൻ. വേരൊക്കെ പൊട്ടിച്ച് ഒന്ന് വൃത്തിയായിട്ടുണ്ട്. ഇനി നല്ല കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കുക. ഇതെടുത്ത് പോവാ. ചെമ്പിൽ ആദ്യം വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അതുപോലെ ഇട്ട് കൊടുക്കാം. കറക്റ്റാല്ലേ? ഒരു കൊട്ട ഒരു സമയം നമുക്ക് കഴുകാൻ പറ്റുള്ളൂ. ചളിയൊക്കെ നല്ലൊന്ന്, ചളിയല്ല ഇത് നമ്മൾ മണ്ണിന് എടുത്തല്ലേ, അപ്പം അതിൻ്റെ ഇത് പറ്റി പിടിച്ച മണ്ണൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോയി കിട്ടണം. ഇങ്ങനെ ഒന്ന് മറച്ചിട്ടാലേ പെട്ടെന്ന് വൃത്തിയായി കിട്ടും. പിന്നെ ചില ആളുകളൊക്കെ മഞ്ഞൾ ഇതുപോലെ കഴുകിയിട്ട് പുഴുങ്ങാതെ നേരിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വർഷങ്ങളായി ചെയ്തിരുന്ന, വർഷങ്ങൾ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ തന്നെയായിട്ട് പുഴുങ്ങിയിട്ടാണ് മഞ്ഞൾ ഉണക്കിയെടുക്കുക കേട്ടോ, പൊടിയാക്കാനുള്ള. ഇതൊരു കഴുകലുള്ളൂ, ഇങ്ങനെ ഒരുപാട് ഇനിയും കഴുകും. നമ്മളിപ്പം പുഴുങ്ങി എടുത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ ഇതൊക്കെ വീഡിയോ നമ്മൾ കാണിച്ചു തരാം. ആ ഉണങ്ങിയ സാധനം കൂടെ വീണ്ടും പൊടിയാക്കുന്നതിന് മുന്നേ കഴുകിയിട്ട് ഒന്നുകൂടെ ഉണക്കിയിട്ടാണ് നമ്മൾ പൊടിയാക്കാനൊക്കെ പോകട്ടോ. അതുകൊണ്ട് ഇനി നമ്മളിതൊക്കെ വൃത്തിയാക്കും. അതാ ഒക്കെ കഴുകി എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെമ്പ് ആദ്യമേ നമ്മൾ വെള്ളം നിറച്ച് വെച്ചതാട്ടോ. വെള്ളം തിളയ്ക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് നമ്മളിവിടെ ഉള്ള ചെമ്പാട്ടത്, മഞ്ഞൾ പുഴുങ്ങുന്ന ചെമ്പാ. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം കാണിച്ചു കൊടുക്കുക. വെള്ളത്തിന് അധികം വെള്ളം ആയിട്ടില്ല, നമ്മൾ ഇത് ഇടുമ്പോൾ എന്തായാലും പൊന്തില്ല, അപ്പം അതിനനുസരിച്ചുള്ള വെള്ളമുള്ളൂ. ഇനി കുറവാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു കൊട്ടയും കൂടെ കൊള്ളു കേട്ടോ. നമ്മളെ ചെമ്പ് വലുതാണ്, നമുക്ക് വേഗം കഴുകി എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇവിടെ അതും കൂടെ ഇട്ടതിന് ശേഷം എത്ര വെള്ളം വേണം നോക്കിയിട്ട് അതിന് മുകളിൽ വെള്ളം ഒഴിക്കുക. ഒരു കൊട്ടയും കൂടെ എടുത്തിട്ട് വരട്ടെ. അപ്പം ഇതും കൂടെ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു അളവുണ്ട്, അതിൽ കൂടുതൽ ഇടൂല. അതിനനുസരിച്ച് ചിലപ്പം ഈ കൊട്ട ഏകദേശം റെഡിയാ. ഇതാ ഈ ഒരു ലെവൽ. ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, വെള്ളം കുറവാ. വിത്തല്ല, നമ്മുടെ മഞ്ഞൾ മൂടുന്ന ലെവല്. ഇത്ര വെള്ളം വേണം. ഇനി നമ്മളെ ഇതിന് നല്ല ആവി ടൈറ്റായിട്ട് നല്ലത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മൂടുന്നതിനൊക്കെ പകരം നമുക്ക് അതുപോലെ ഒരു ചാക്ക് ടൈറ്റ് ആക്കിയിട്ടൊന്ന് വെച്ചു കൊടുക്കാം. ഇനി നല്ല തീ വേണം, ഇങ്ങനെ കത്തിക്കൊണ്ടേ നിൽക്കാനേ. നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ ആട്ടാനായിട്ട് തേങ്ങ വെട്ടി പൊളിച്ചതിൻ്റെ ചിരട്ടിയുണ്ട്, ചകിരിയുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് നല്ല കത്തിക്കോളും. അതങ്ങനെ വെച്ചു കൊടുക്കുക, നല്ല തീ കത്തിച്ചു കൊടുക്കുക. കറക്റ്റ് 2 കൊട്ട ഫുള്ളാട്ടോ നമ്മൾ ചെമ്പിന് ഒരു ട്രിപ്പിന് വെക്കുമ്പോൾ.
ഇപ്പൊ കത്തി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇനി ഇടയ്ക്ക് വന്നിട്ട് വലിയ വിറകിന്റെ മുട്ടിയൊക്കെ വെച്ച് കൊടുത്താൽ അതങ്ങനെ പൊഞ്ഞ് കത്തിക്കോളും. കുറച്ചിങ്ങനെ ഇടയ്ക്ക് ചകിരിയൊക്കെ ഇട്ട് കൊടുത്തേ. നമുക്ക് ഇതായിട്ട് ഇനി കാണിച്ചു തരാം. നമുക്ക് എന്തായാലും ആയത് വേഗം എടുത്ത് നമ്മളിനി ഉണക്കാനായിട്ട് കൊണ്ടുപോകും, കളത്ത് കൊണ്ടുപോയിടും. അപ്പം അത് ആവട്ടെ. നമ്മൾ നല്ല തീ കത്തിച്ചോണ്ടേ വേഗം ആയിട്ടുണ്ട്. ചാക്കെടുത്ത് മാറ്റാം. നല്ല നല്ല തിളയ്ക്കുന്ന നോക്കി, ഇതുവരെ തിളച്ച് മറിഞ്ഞിരുന്നു നല്ല മുകളിലുള്ളതൊക്കെ. നല്ല ചൂടുണ്ട്. ചാക്കിന് മേലെ പിടിക്കാനുള്ളത്, താത്തി പിടിച്ചാലൊക്കെ നല്ല പൊള്ളും. സംഭവം കണ്ടോ, ചൂടാണ്. എന്നാലും കാണിച്ചു തരാം. ഇങ്ങനെ നല്ല വെന്തിട്ടുണ്ട്. ചൂട് കോരി എടുക്കാനായിട്ടേ നല്ല നെറ്റുള്ളൊരു ഇത് കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അരിപ്പ പോലത്തെ അതിൻ്റെ മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് വേറൊരു പാത്രം കിട്ടിയിരുന്നു. ഇതിലാകുമ്പോൾ വെള്ളം പോവില്ല. ഇതായിട്ട് ഇങ്ങോട്ട് കോരി എടുത്തിട്ട് കൊട്ടയൊക്കെ ഇട്ടാൽ കൊട്ടേന്ന് അങ്ങനെ വെള്ളം വലിഞ്ഞു വയ്ക്കും. അതിൻ്റെ പിടി മുറിഞ്ഞു പോയി. ഇത്ര ഭാഗമുണ്ട്, പക്ഷെ വെള്ളത്തിൽ നിന്ന് അങ്ങനെ കോരി എടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ നല്ല തിളക്കുന്നുണ്ട്. നമുക്ക് ചൂടുള്ളതുകൊണ്ടേ നല്ല വേഗം ചൂടായി. നമ്മൾ ചകിരി എല്ലാം കത്തുന്നുണ്ട് കേട്ടോ, ചിരട്ടുള്ളതുകൊണ്ട്. പുകയുണ്ട്, നല്ല പുകയുന്നുണ്ട്, തീയുണ്ട്, വെയിലിൻ്റെ ചൂടും. നമ്മൾ പുറത്ത് വെച്ചല്ലേ ചെയ്യുന്നത്. എല്ലാം കൂടെ ആയപ്പോൾ എന്തായാലും വേഗം ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ വേവ് കറക്റ്റ് നോക്കണ്ട. ഓവർ വെന്ത് ഇങ്ങനെ കൂടിയാലും പ്രശ്നമാണ്. പൊടിയാക്കുമ്പോഴാണ് ഇതിൽ വന്ന എല്ലാ മൈനസുകളും നമുക്ക് അറിയാം. പൊടിയാക്കുമ്പോഴാണ് അല്ലെങ്കിൽ കടുപ്പം കൂടിപ്പോവും, അല്ലെങ്കിൽ കളർ ഇല്ലാതെ വരുമ്പം ആ കറക്റ്റ് ആ മഞ്ഞളിൽ തന്നെ കറക്റ്റ് കിട്ടണമെങ്കിൽ വേവും കാര്യങ്ങളൊക്കെ സെറ്റായിരിക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടൈമിന് കറക്റ്റ് എടുക്കണം. ആയത് ആണെങ്കിൽ അത് എടുത്തിട്ട് വേഗം ഉണക്കാൻ ഇട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാം ചെയ്യണം. വെള്ളത്തിന് ഒഴിച്ച് കാണിച്ചേരതാ. മറ്റേതാണ് എളുപ്പം പരിപാടി. ഇതിൽ ഈ വെള്ളം കൂടെ കൂടി വരുന്നോണ്ടേ നമ്മുടെ അടുത്ത് തന്നെ പഴയ കൊട്ടക്കൈലുണ്ട് കേട്ടോ. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വളഞ്ഞു പോവും, അതും പെട്ടെന്ന് ഒടിഞ്ഞു പോകണ്ട. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. നമ്മൾ ചോറൊക്കെ ഊറ്റാൻ ഉപയോഗിക്കുന്ന കൊട്ടക്കൈലുണ്ട്. ഇത് പ്രശ്നം എന്താ വെച്ചാൽ കുറയുന്നതനുസരിച്ച് ആവി കയറും നമ്മളെ കൈമക്ക്. എന്തായാലും വേണ്ടില്ല, വേഗം എടുത്ത് തീർക്കാം. ഇതിലുള്ള വെള്ളം കൈയോടെ തന്നെ വലിഞ്ഞു പോകുന്നതുകൊണ്ട് അത്ര വെള്ളമില്ല. ഇനി നമുക്ക് വേഗം വെയിലത്ത് കൊണ്ടിടണം. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായാലും വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായാലും വെള്ളം ഉറ്റിപ്പോയിക്കോളും, മേത്താക്കാതെ പിടിച്ചേ. ഇല്ല, കൊട്ടേന്ന് പെട്ടെന്ന് പോയല്ലോ വെള്ളം. ചെറിയൊരു വെള്ളം ഉണ്ട്, അത് വെയിലത്തിടുമ്പോൾ തന്നെ വലിയ പോലെ. ഓ തേങ്ങയൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് വെയിലുകൊണ്ട്. കാപ്പി തന്നെ നമുക്ക് നിറം മാറിയത്. ഓക്കെ, പരത്താൻ വയ്യപ്പോൾ ചൂടുകൊണ്ട് ഇങ്ങനെ ഇടാം. തണുത്ത് കഴിഞ്ഞിട്ട് പരത്തിയിടാം. നല്ല കനം കുറച്ച് പരത്താം. ബാക്കി കൂടെ എടുത്തിട്ട് വരാം. സംഭവം നമ്മൾ അടിയിലുള്ളത് എടുക്കാനേ കുറച്ച് പിടി വലിപ്പമുള്ളൊരു കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ കൂടുതൽ കിട്ടൂല, പിന്നെ വെള്ളം കൂടെ കൂടുതലുള്ളതല്ലേ, അതുകൊണ്ടാ അത് റെഡി ആവണില്ല. ഇതന്നെ എടുക്കാം. ഇല്ല, ഏകദേശം കഴിഞ്ഞ, അതുകൊണ്ടാട്ടോ കിട്ടാത്തത്. ഉണ്ടോ ഇതൊക്കെ ഒരു കിട്ടണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയായിട്ടല്ലേ ഒരു വീഡിയോ ചെയ്തത്, മഞ്ഞൾ വിത്തിന് മാറ്റുന്നത്, വേര് പൊട്ടിച്ചൊക്കെ. അപ്പൊ ഇതിനൊക്കെ ഒരു സമയം വേണം. അങ്ങനെ കൂട്ടിയിട്ടിട്ട് കുറച്ച് ദിവസമായി. ഇത് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ഇതന്നെ ചെയ്യണം. ഈ പരിപാടി മൊത്തം തീർക്കണം. മറ്റു പണീൻ്റെ ഇടക്ക് നടക്കൂല. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒക്കെ പുഴുങ്ങി ഒക്കെ സെറ്റാക്കി എടുക്കണം. ഇപ്പം നമ്മൾ അധികം പരത്തുന്നില്ല, ബാക്കിയുള്ളൊക്കെ പുഴുങ്ങിയിട്ട്. ഇപ്പോൾ ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. ആദ്യത്തൊക്കെ ചൂട് പോയിട്ടുണ്ട് കേട്ടോ, നല്ല തട്ടി നിരത്താനുണ്ട്.
ബാക്കിയുള്ളതൊക്കെ പുഴുങ്ങിയിട്ട് നമുക്ക് മൊത്തത്തിൽ കൊണ്ടിട്ടിട്ട് കാണിച്ചു തരാം. മഞ്ഞളുടെ പുഴുങ്ങലൊക്കെ കഴിഞ്ഞ് എല്ലാം നമ്മൾ നിരത്തിയിട്ടിട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇട്ടതിൽ ചെറിയൊരു നിറവ്യത്യാസം ഉണ്ട്. അതൊന്ന് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇതേപോലെ ആവും കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലിതാ മഞ്ഞളുടെ കണ്ടകൾ കാണാം, ഇതുപോലെയുള്ള നമ്മൾ തള്ളാന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് കൈയോടെ ഇതുപോലെ ഒന്ന് മുറിച്ചിടണം. നേരെ നടു ഇങ്ങനെ പൊളിച്ചിട്ടാൽ മതി. ചെറുതാക്കിയാൽ നമുക്ക് വേഗം ഉണങ്ങി കിട്ടും. എന്നാലും ഒന്നിങ്ങനെ നടുവെങ്കിൽ ഇങ്ങനെ മുറിച്ചിടാം. ഈ ഒരു സമയത്ത് മുറിച്ചിടണം. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഉറപ്പ് കൂടും. അപ്പോൾ കണ്ട നമ്മൾ പുഴുങ്ങി കൊടുന്നിട്ടാടൊക്കെ ആണെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ കഴിയും. ഇത് പിന്നെ കൂൺ കറി വെച്ച പോലെ നമ്മൾ മഞ്ഞളുടെ ഒക്കെ കാര്യം നമ്മൾക്ക് ഇത്രയൊക്കെ കാണുമ്പോഴും ഇത് ഉണങ്ങി കഴിയുമ്പോൾ വളരെ കുറവിക്കും. കൂണൊക്കെ നമ്മൾ പറിച്ചു വരുന്ന കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ അവസ്ഥ. നമുക്ക് കൂടുതൽ പൊടിയൊക്കെ വേണമെങ്കിൽ അത്രയും മഞ്ഞൾ നമ്മൾ ഇതുപോലെ പുഴുങ്ങിയിട്ട് ഉണക്കാനൊക്കെ ഇടണം. അങ്ങനെ വേണമെങ്കിൽ അത്രയും മഞ്ഞൾ കൃഷി ചെയ്യും വേണം കേട്ടോ. ഞങ്ങളൊരു ഈ ഒരു ലെവലിൽ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇതിന് കുറച്ച് കൂടുതലായിരുന്നു. ഈ വർഷം നമുക്ക് കഴിഞ്ഞ വർഷം കുറേ കേട് വന്നു പോയിട്ട് വിത്ത് കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് വിത്തിനും പ്രാവശ്യം കുറച്ച് കൂടുതൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇനി വരുന്ന വർഷമൊക്കെ ഇതിലും കൂടുതലാക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെന്നും നല്ല ഉണക്ക് കിട്ടണം. എത്രത്തോളം ഉണക്ക് കിട്ടണം അത്രയും നമ്മൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഇനി വേഗം ആയി കിട്ടും. വൈകുന്നേര സമയത്തൊക്കെ ഇത് മൂടി വെക്കണം. മഞ്ഞ് ഇവിടെയൊക്കെ നല്ല മഞ്ഞുള്ളതാണ്. മഞ്ഞ് വന്നു കഴിഞ്ഞാൽ, മഞ്ഞ് തട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴല്ല നമ്മൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്തു കൊടുത്ത് നമ്മുടെ പുഴുങ്ങുന്ന കാര്യത്തിലൊക്കെ കറക്റ്റ് ഓവർ വേവ് ആയാലും പ്രശ്നമാണ്. കറക്റ്റ് വേവിലും കാര്യത്തിലും നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ സംഭവിക്കുക ഇതിൻ്റെ പൊടിയിലാണ് കേട്ടോ. പൊടിയിൽ നിറവ്യത്യാസം പറഞ്ഞല്ലോ, കടുപ്പം കൂടി വരും, ചിലപ്പോൾ കടുപ്പം കുറഞ്ഞു വരും. ഈ പ്രശ്നം വരാതെക്കാൻ ഇതൊക്കെ ആ കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വൈകുന്നേര സമയങ്ങളിലൊക്കെ കറക്റ്റ് മൂടി വെക്കും. മഞ്ഞ് വരുന്നതിന് മുന്നേ മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇനി മഞ്ഞളുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പൊടിയാക്കുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഉണങ്ങിയിട്ട് മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം.